everyone, welcome to another video of Mr. and Mrs. Lazy Couple. So ഇന്നത്തെ വീഡിയോയിൽ ഞാൻ മാത്രമേ ഉള്ളൂ. എബി ഇവിടെ ഉണ്ട്, പക്ഷെ എന്നാലും എബി ഇന്ന് വീഡിയോയിൽ വരുന്നില്ല. കാരണം ഒരുപാട് കാത്തിരുന്ന ഒരു വീഡിയോ ആണ് ആക്ച്വലി ഞാൻ എടുക്കാനും. എൻ്റെ അടുത്ത് അങ്ങനെ ഒരുപാട് പേരല്ലെങ്കിലും ഒരു 10-20 പേര് ചോദിച്ചു ഞാൻ എങ്ങനെയാണ് പെട്ടെന്ന് മെലിഞ്ഞത് എന്ന്. കാരണം ബാക്കിയുള്ളവർക്ക് എൻ്റെ ചേഞ്ച് പെട്ടെന്നായിട്ട് തോന്നുന്നുണ്ടെങ്കിലും എനിക്ക് എൻ്റെ ചേഞ്ച് ഞാൻ ഭയങ്കര സ്ലോ ആയിട്ടൊരു 3 മാസത്തിലാണ് ഞാൻ ഓവർ 10 kgs ലൂസ് ചെയ്തത്. ആൻഡ് ഐ തിങ്ക് ദാറ്റ് വാസ് കൈൻഡ് ഓഫ് ഈസി ആൻഡ് ഓൾസോ ഹാർഡ്. കാരണം എനിക്ക് ഇഷ്ടമുള്ള പല കാര്യങ്ങളും ഞാൻ ത്യജിച്ചിട്ടാണ് ഈ വെയിറ്റ് ലോസിലോട്ട് വന്നത്. ആദ്യം ഞാൻ അങ്ങനെ ഒരുപാട് വലിച്ചു കിട്ടാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് പെട്ടെന്ന് ഈ വീഡിയോ എൻഡ് ചെയ്തിട്ട് വേണം ഇന്നത്തെ ഫ്ലൈറ്റ് പിടിച്ച് നേരെ ഒൻറ്റാരിയോയ്ക്ക് പോകാനായിട്ട്. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ആദ്യത്തെ കാര്യം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ എന്നെ തന്നെ പ്രിപ്പയർ ചെയ്തു. അതായത് ഞാൻ എൻ്റെ മൈൻഡിനെ പ്രിപ്പയർ ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഞാൻ ഓൾമോസ്റ്റ് 80 kgs എത്തിയപ്പോഴാണ് എന്തോ 80 എത്തിയില്ല, പക്ഷേ 80 അടുക്കറായി. ഒരു 78-79 എത്തിയപ്പോഴാണ് ഞാൻ എന്നോട് തന്നെ പറഞ്ഞത്, പാറു ഇങ്ങനെ പോയാൽ ശരിയാവില്ല, ഉടനെ തന്നെ വെയിറ്റ് കുറച്ചില്ലെങ്കിൽ നീ ഇനിയും കൂടി പോകും. അത് വേറെ ഒന്നുമല്ല, ഞാൻ ഭയങ്കര ഇനാക്റ്റീവ് ആവാൻ തുടങ്ങി. അല്ലെങ്കിലും ഞാൻ മടിച്ച് ഞാൻ ഇനാക്റ്റീവ്സ് വേറെ എന്ന് ഞാൻ വിചാരിക്കുന്നു. ഭയങ്കരമായിട്ട് ഇനാക്റ്റീവായി. എനിക്ക് അങ്ങനെ ഒന്നിനോടും ഇൻട്രസ്റ്റ് ഇല്ല, ഒന്നും ചെയ്യാൻ ആഗ്രഹമില്ല. അപ്പോൾ ആ ഒരു അവസ്ഥയിലോട്ട് എത്തിക്കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എന്ത് വന്നാലും നമുക്ക് ഇത് ചെയ്യണം. പിന്നെ മാത്രമല്ല ഞാനൊക്കെ കുഞ്ഞിലെ തൊട്ട് ഡാൻസ് കളിക്കുന്നതാണ്. എനിക്ക് ആ ഒരു 5 മിനിറ്റ് പോലും ഒരു ഡാൻസ് എനിക്ക് അങ്ങനെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഭയങ്കരമായിട്ട് കിതയ്ക്കുന്നു എന്തെങ്കിലും ഒരു കുഞ്ഞ് സ്റ്റെപ്പ് ചെയ്താൽ തന്നെ. അപ്പോൾ ഐ വാസ് കൈൻഡ് ഓഫ് സാഡ്. ആൻഡ് എന്താ ഞാൻ ഇങ്ങനെ തന്നെ പൊക്കോണ്ടിരിക്കുമോ, അതിനും വേണ്ടി ഞാനൊന്നും കഴിക്കുന്നില്ലല്ലോ. ഇതൊക്കെയായിരുന്നു ഞാൻ എനിക്ക് തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്ന കുറേ എക്സ്ക്യൂസസ്. ഞാൻ ഒരുപാട് കഴിക്കുന്നില്ലല്ലോ, പിന്നെ എങ്ങനെ ഞാനിങ്ങനെ വണ്ണം വെച്ച് പോകുന്നതെന്നൊക്കെ. അപ്പോൾ ഫസ്റ്റ് ഞാൻ എന്നെ തന്നെ പറഞ്ഞു പഠിപ്പിച്ചു, ഇനി ഇങ്ങനെ പോയാൽ ശരിയാവത്തില്ല, നമ്മൾ പെട്ടെന്ന് തന്നെ വണ്ണം കുറയ്ക്കാൻ തീരുമാനിക്കണം. അങ്ങനെ ഞാൻ എല്ലാവരെയും പോലെ ആദ്യം കുറേ നാൾ ജിമ്മിൽ പോയി. പക്ഷേ അതിലൊന്നും ഒരു ഇതും ഉണ്ടായിരുന്നില്ല, കാരണം ഞാൻ കൺസിസ്റ്റൻ്റ് ആയിരുന്നില്ല. നമ്മൾ ആദ്യം ഇതിലോട്ട് കിടക്കുമ്പോൾ തന്നെ കൺസിസ്റ്റൻസി ആണ് എല്ലാം. നമ്മൾ എന്ത് കാര്യം ചെയ്യുന്നുണ്ടെങ്കിലും കൺസിസ്റ്റൻസി ആണ് എല്ലാം എന്ന് തന്നെ പഠിപ്പിച്ചു തന്ന ഒരു 3 month ജേർണി ആയിരുന്നത്. ഓക്കെ, നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് എബിയാണ് സംസാരിക്കുന്നത്. ആൻഡ് ദ സെക്കൻഡ് തിങ്, പിന്നെ എൻ്റെ ഏറ്റവും വലിയ മോട്ടിവേഷൻ വാസ് മൈ ബ്രദർ. എൻ്റെ ബ്രദർ നിഖിലെന്ന് പറയണം, നഞ്ചാനെന്ന് പറഞ്ഞാൽ പോരെ, എന്തിനാ അത്രയൊക്കെ ഫോർമാലിറ്റി. യെസ്, നഞ്ചാനും വൈഫ് മിന്നുവും വണ്ണം കുറഞ്ഞു തുടങ്ങി. അപ്പോൾ ഞാൻ അത് കണ്ടപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, ഞാൻ ചേട്ടനോട് ചോദിച്ചു എങ്ങനെ പെട്ടെന്ന് കുറഞ്ഞേന്ന്. അപ്പോൾ ചേട്ടൻ പറഞ്ഞു ചോറ് നിർത്തി, ചോറ് അങ്ങനെ ഒരുപാട് കഴിക്കാറില്ല. ഞങ്ങളുടെ ഫാമിലി മൊത്തം ചോറിന് അഡിക്റ്റ് ആയിട്ടുള്ള ഫാമിലിയാണ്. കുഞ്ഞിലെ തൊട്ട് എന്ത് ആഹാരം ഇല്ലെങ്കിലും ചോറ് കഴിച്ചാൽ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ്. സോ ചോറ് നിർത്തി, ഷുഗർ കട്ട് ചെയ്തു, ഇങ്ങനെ പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ, എന്തുകൊണ്ട് ഞാൻ അത് ചെയ്ത് നോക്കിക്കൂടാ എന്ന്. അപ്പം ഞാൻ ഇത് രണ്ടും നൈസായിട്ട് നിർത്തി. അപ്പോൾ ആദ്യം ഞാൻ എന്നെ തന്നെ പറഞ്ഞു പഠിപ്പിച്ചു നീ കുറയ്ക്കണം വണ്ണം എന്ന്. രണ്ടാമത് ഞാൻ റൈസും ഷുഗറും നിർത്തി. അത് കഴിഞ്ഞ് ഞാൻ മൂന്നാമത് ചെയ്ത മെയിൻ കാര്യമാണ് ഇൻഫ്ലമേറ്ററി ഡ്രിങ്ക്. ഇൻഫ്ലമേഷൻ ആണ് എനിക്ക് അങ്ങനെ ഞാൻ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ടല്ല ഇതാക്കിയത്. ഐ തോട്ട് ഞാൻ ഈ വിദ്യാബാലൻ്റെ വീഡിയോ കണ്ടിട്ടാണ് അങ്ങനെ ഒരു ഇൻഫ്ലമേഷൻ എന്ന് പറയുന്ന ഒരു സംഭവത്തെക്കുറിച്ച് അറിയുന്നത് തന്നെ. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് കൂടുതലൊന്ന് റിസർച്ച് ചെയ്തൊക്കെ നോക്കിയപ്പോഴേക്കും എനിക്ക് മനസ്സിലായി എല്ലാം നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങളാണ് യൂസ് ചെയ്യുന്നത് ആ ഡ്രിങ്കിൽ. അപ്പോൾ പിന്നെ വൈ നോട്ട് ട്രൈ ഇറ്റ് ഫോർ 3 months. ഞാൻ ഈ റൈസും ഷുഗറും കട്ട് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഈ ഇൻഫ്ലമേറ്ററി ഡ്രിങ്ക് 3 മാസം തുടർച്ചയായിട്ട് ഏർലി മോർണിംഗ് എന്ന് പറയുമ്പോൾ എനിക്കിവിടെ 8 മണിക്ക് ജോലിക്ക് പോകണം. അപ്പോൾ ഒരു 6:30-7 മണിക്കൊക്കെ എഴുന്നേൽക്കണമല്ലോ, അതാണ് എൻ്റെ ഏർലി മോർണിംഗ്. സോ ആ ഏർലി മോർണിംഗ് എഴുന്നേറ്റ് എന്ത് ചെയ്തു, ഞാൻ ഈ ഡ്രിങ്ക് വെറും വയറ്റിൽ കുടിക്കുമായിരുന്നു. ആൻഡ് നാലാമത്തെ കാര്യം, ഞാൻ അങ്ങനെ എക്സസൈസ് ചെയ്യത്തില്ല. അതായത് ഞാൻ അങ്ങനെ ജിമ്മിൽ പോയി എക്സസൈസ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇൻസ്റ്റഡ് ഇടയ്ക്കിടയ്ക്കായിട്ട്, നോട്ട് ഓൾവേസ്, എപ്പോഴും എല്ലാ ദിവസവും എന്നല്ല, ഇടയ്ക്കിടയ്ക്കായിട്ട് ഞാനിങ്ങനെ യൂട്യൂബിൽ എനിക്കങ്ങനെ എക്സസൈസ് പോലെ ചെയ്യുന്നത് ഭയങ്കര മടിയായത് കാരണം ഞാൻ ചെയ്തത് ഈ ഡാൻസ് വീഡിയോസ് ഉണ്ട്, സൂംബ പോലെയൊക്കെ വീഡിയോസ് ഉണ്ട് യൂട്യൂബിൽ. സോ ഞാനത് പ്ലേ ചെയ്ത് ജസ്റ്റ് ഇവിടെ ഈ ഹാളിൽ തന്നെ നിന്ന് ചെയ്യുന്ന മൂവ്സും കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. അതും ഞാൻ പറഞ്ഞില്ല, ഞാൻ എല്ലാ ദിവസവും ചെയ്യുന്നുണ്ടായിരുന്നില്ല, ഇടയ്ക്കിടയ്ക്കേ ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ. പിന്നെ 5ാമത്തെ കാര്യം, നിറയെ വെള്ളം കുടിക്കണം. എൻ്റെ വെള്ളം കുടിക്കുന്നതിൻ്റെ ഇൻടേക്ക് ഭയങ്കരമായിട്ട് കൂടി. ഞാൻ അത്രയും കൂട്ടിയില്ലെങ്കിലും പക്ഷെ എന്നാലും ഞാൻ അങ്ങനെ വെള്ളം കുടിക്കുന്ന ഒരാളല്ലായിരുന്നു. ഞാൻ ഒരു ദിവസം രാവിലെ ഓൾമോസ്റ്റ് മോർ ദാൻ 8 hours എനിക്ക് വെള്ളം ഇല്ലാണ്ട് ഞാൻ സർവൈവ് ചെയ്യും. അല്ലേ വിചേട്ടാ? ചേട്ടൻ എന്നെ എപ്പോഴും ആ കാര്യത്തിൽ പറയും, നീ എങ്ങനെ വെള്ളം പോലും കുടിക്കാതെ ജീവിക്കുന്നത് എന്ന് ചോദിക്കും. പിന്നെ നമ്മളെപ്പോഴും റോങ് ആയിട്ട് കാണുന്ന ഒരു കാര്യം, പട്ടിണി കിടന്നാൽ വണ്ണം കുറയും എന്നുള്ളത്. അതാണ് ഏറ്റവും വലിയ തെറ്റായിട്ടുള്ള കാര്യം.
ആൻഡ് ഞാൻ ഈ ഷുഗർ കട്ട് ചെയ്തതിൻ്റെ കൂടെ തന്നെ ഞാൻ എൻ്റെ ജങ്ക് ഫുഡ്സ് കഴിക്കുന്നത് നിർത്തി. ഓൾസോ എയറേറ്റഡ് ഡ്രിങ്ക്സ്, നമ്മുടെ പെപ്സി, കൊക്കക്കോള അങ്ങനത്തെ ഡ്രിങ്കുകളെല്ലാം എന്ത് ചെയ്യുന്നത്, കുടിക്കുന്നതും കഴിക്കുന്നതും ഒക്കെ നിർത്തി. ഇൻസ്റ്റഡ് ഞാൻ ജ്യൂസസിലോട്ടും എന്തിലോട്ടും ഫ്രൂട്ട്സിലോട്ടും വെജിറ്റബിൾ പ്രോട്ടീൻ, ഈ പ്രോട്ടീനൊന്നും ഞാൻ അങ്ങനെ നോക്കി കഴിച്ചിട്ടേ ഇല്ല എൻ്റെ ജീവിതത്തിൽ. പക്ഷേ ഇതൊക്കെ നോക്കാൻ ഞാൻ തുടങ്ങി. ആദ്യത്തെ ഒരു 1 മന്ത് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് കുറച്ച് നമുക്ക് ആക്ച്വലി ഒരു മാറ്റം കണ്ടു തുടങ്ങിയാൽ നമുക്ക് തന്നെ ഇതിൽ നിന്നും പിന്മാറാൻ പറ്റില്ല എന്നാണ് എനിക്ക് എൻ്റെ അനുഭവം പഠിപ്പിച്ചു തന്നത്. എനിക്ക് ബാക്കിയുള്ളവർക്ക് എങ്ങനെ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല, പക്ഷേ എൻ്റെ അനുഭവം എന്നെ പഠിപ്പിച്ചു തന്നത് ഇതാണ്. നമുക്ക് ഒരു മാറ്റം കണ്ടു തുടങ്ങുമ്പോഴേക്കും ഓക്കെ നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാം, ഈ മെത്തേഡ് എനിക്ക് വർക്ക് ആവുന്നുണ്ട് എന്ന്. കാരണം ഞാൻ എത്ര ജിമ്മിൽ പോയി കഷ്ടപ്പെട്ട് ആ സ്റ്റെപ്സും മറ്റതും മറിച്ചതും ഒക്കെ ചെയ്തിട്ടും എനിക്ക് അങ്ങനെ ഒരു വ്യത്യാസം കണ്ടിട്ടില്ല. അത് കാരണമാണ് എനിക്ക് മെയിൻലി അവിടെ പോകാൻ താല്പര്യമില്ലാത്തത്. പിന്നെ ബേസിക്കലി ഞാനൊരു മടിച്ചിയാണ് അത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഈ വെജിറ്റബിൾസും ഫ്രൂട്ട്സും അത് നിങ്ങളുടെ ഭക്ഷണത്തിൽ ഭയങ്കര കൂടുതലായിട്ട് കൊണ്ടുവന്ന് ഈ റൈസും കാര്യങ്ങളും എല്ലാം നിർത്തി കഴിയുമ്പോഴേക്കും ട്രസ്റ്റ് മീ ഗൈസ് നല്ല മാറ്റം വരും. ആൻഡ് പിന്നെ ഈ ഇൻഫ്ലമേറ്ററി ഡ്രിങ്കിൻ്റെ ഇത് റെസിപ്പി വേണമെങ്കിൽ എന്നോട് മെസ്സേജ് അയച്ചാൽ മതി. ഞാനതൊരു വേറൊരു വീഡിയോ ആയിട്ട് വരാം. ആക്ച്വലി ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുമ്പോൾ ഐ വിൽ ഷോ യു. കണ്ടോ, ഡ്രിങ്ക് ഞാൻ കുടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഇപ്പോൾ ഞാൻ എനിക്ക് നൈറ്റ് വന്ന് അങ്ങനെ കുടിക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ രാവിലെ ഞാൻ മിസ്സാക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇടയ്ക്ക് ഇത് കുടിക്കും. പിന്നെന്താ, ഇത്രയും കാര്യങ്ങളാണ് ശരിക്കും ഞാൻ എൻ്റെ വെയിറ്റ് ലോസിൽ നോക്കിയിട്ടുള്ളത്. മെയിൻ ഇസ് ഈ ഡ്രിങ്കാണ് ഗൈസ്. എനിക്കിതൊരു മാജിക് ഡ്രിങ്ക് എന്നൊക്കെ പറയണം എന്നുണ്ട്. പക്ഷേ ഈ ഡ്രിങ്ക് നിങ്ങൾ ട്രൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള അലർജീസും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് ട്രൈ ചെയ്യാനേ ഞാൻ പറയത്തുള്ളൂ. എനിക്ക് ഭാഗ്യവശാൽ ഈ സംഭവങ്ങളൊന്നും ഇല്ലായിരുന്നു, കാരണം എല്ലാം നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആയിരുന്നല്ലോ യൂസ് ചെയ്തത്. അതുകൊണ്ട് സോ ദിസ് ഇസ് ദ വീഡിയോ ആൻഡ് ദിസ് ഇസ് ദ ഡ്രിങ്ക്. ഈ ഡ്രിങ്കിൻ്റെ റെസിപ്പി വേണമെങ്കിൽ ഐ വിൽ ബി പോസ്റ്റിംഗ് ഇറ്റ്. എനിക്കിപ്പോൾ ഒട്ടും സമയമില്ല, ഞാൻ വിചാരിച്ചു ഞാനത് ചെയ്യുന്ന എങ്ങനെയാണെന്ന് കാണിച്ച് ഉണ്ടാക്കാം എന്ന്. സോ യെസ്, ആൻഡ് ഞാൻ ജസ്റ്റ് എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് എന്ന് വേണമെങ്കിൽ പറയാം, കാരണം ഇത് ഭയങ്കര കുഞ്ഞു വീഡിയോ ആണ്. അപ്പോൾ അതുകൂടി പറയുന്നതിൽ തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തൊക്കെയാണ്, ഞാൻ ആദ്യം വെള്ളം വയ്ക്കും. ഉലുവ, ജീരകം, പിന്നെന്താ, അയ്യോ ഞാൻ മറന്നുപോയി, ഉലുവ, ജീരകം, ഇഞ്ചി, നാരങ്ങാനീര്, ഇഞ്ചി ചതച്ചായിടുന്നത്, ചതയ്ക്കാതെ ഇടാം, എനിക്ക് സമയമില്ലാത്തപ്പോൾ ഞാൻ ചതയ്ക്കാതെ ഇടാറുണ്ട്. പിന്നെന്താ, സിനമൺ, പിന്നെ കുറച്ച് പെപ്പർ. അപ്പോൾ ഇതെല്ലാം ഇൻഫ്ലമേഷനും ബ്ലോട്ടിങ്ങിനും ഭയങ്കര നല്ലതാണ്. ആൻഡ് ഞാൻ PCOD ഒക്കെ ഉള്ള ഒരാളായിരുന്നു. PCOD, തൈറോയിഡ്, എല്ലാ വക സംഭവ വികാസങ്ങളും ഉള്ള ഒരാളായിരുന്നു. എൻ്റെ തൈറോയിഡ് ഭാഗ്യവശാൽ കുറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഓൾസോ എൻ്റെ പീരീഡ്സ് ഇപ്പോൾ റെഗുലർ ആവാൻ തുടങ്ങി, പണ്ടത്തെ പോലെ അല്ല. അപ്പോൾ ഐ എം സോ ഹാപ്പി അബൌട്ട് ദിസ്. നമ്മളൊന്ന് ഹെൽത്തി ആയിട്ട് ഇരിക്കുമ്പോൾ ഭയങ്കര ആക്റ്റീവ് ആവും. ഞാൻ ഈ ജേണി, ഈ ഒരു വെയിറ്റ് ലോസ് ജേണി തുടങ്ങിയപ്പോഴാണ് ഞാൻ യൂട്യൂബിലാണെങ്കിലും ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും ഒക്കെ വീഡിയോ ഇടുന്നത് തന്നെ ഒന്ന് കൺസിസ്റ്റൻ്റ് ആവാൻ തുടങ്ങിയത്. ബിക്കോസ് ഐ ഫെൽറ്റ് മൈസെൽഫ് ഓക്കെ, എനിക്ക് സമയമുണ്ട് ഇനിയും കാര്യങ്ങൾ ചെയ്യാൻ. പണ്ട് ഞാൻ ഭയങ്കര ടയേർഡായിരുന്നു, എനിക്ക് ഒന്നിനും വയ്യ, ആ ഒരു ഇതിലൂടെയായിരുന്നു ഞാൻ പൊയ്ക്കൊണ്ടിരുന്നത്. പക്ഷേ നൗ ഐ എം ഹാപ്പി. ആൻഡ് എൻ്റെ അടുത്ത 10 kg കുറയ്ക്കുന്നതിൻ്റെ ഒരു ചലഞ്ച് പോലെ ഞാൻ എന്തായാലും തുടങ്ങുന്നുണ്ട്. എല്ലാ ദിവസവും എന്തൊക്കെ കഴിക്കുന്നു, എങ്ങനെയാണ് വെയിറ്റ് നോക്കുന്നത്, അങ്ങനെയൊക്കെ ചെയ്യാം എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അതിൽ നിങ്ങളും ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ജോയിൻ ചെയ്യണം. ലെറ്റ്സ് ഗെറ്റ് ഫിറ്റ്. അതെ, നമുക്ക് കുറച്ചുകൂടി ഹെൽത്തി ആയിട്ട് കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട്, എനർജറ്റിക് ആയിട്ട് ചെയ്യാനായിട്ട് നമ്മളെ തന്നെ ആക്റ്റീവ് ആക്കി വെക്കേണ്ടത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഒരിക്കലും തടി വെക്കുന്നത് തെറ്റ് എന്നല്ല പറയുന്നത്. ഞാൻ തടി വെച്ച് പൊക്കോണ്ടിരുന്നപ്പോൾ ഞാൻ ഭയങ്കര ഇനാക്റ്റീവ് ആയിരുന്നു. എനിക്ക് അതിനോട് പിന്നെ ഒരുപാട് നാൾ അങ്ങനെ പോകണം എന്ന് തീരെ താല്പര്യമില്ലാത്തത് കൊണ്ടാണ് ഞാനിത് കുറയ്ക്കാൻ തന്നെ തീരുമാനിച്ചത്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് വീഡിയോ. എൻ്റെ വെയിറ്റ് ലോസ് ജേർണി ഭയങ്കര കുഞ്ഞായിരുന്നു, കാരണം 3 മാസം ഉണ്ടായിരുന്നുള്ളൂ. ഞാനങ്ങനെ ഭയങ്കര വലിയ ഭാരപ്പെട്ട കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ആകെ ചെയ്തത് ഈ ഡ്രിങ്ക് ഞാൻ എൻ്റെ ഒരു ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്തു എന്നുള്ളതാണ്. ഒബ്വിയസ്ലി പിന്നെ 3 നേരവും ഞാൻ ഭക്ഷണം കഴിക്കുമായിരുന്നു ഈ 3 മാസം. രാവിലെ, ഉച്ചയ്ക്ക്, വൈകുന്നേരം, 4 നേരം കഴിക്കുമായിരുന്നു. വൈകുന്നേരം ആൻഡ് രാത്രി ഡിന്നർ. ഈ രാവിലെ ഒരു ലൈറ്റ് ബ്രേക്ക്ഫാസ്റ്റ്, ഓവർനൈറ്റ് ഓട്സ് അങ്ങനെ എന്തെങ്കിലും. ഉച്ചയ്ക്ക് ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ എന്തെങ്കിലും ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ അത് കഴിക്കുമായിരുന്നു ഓഫീസിൽ. പിന്നെ ഇതിന് ഇടയ്ക്ക് ലഞ്ചിന് ഞാൻ ചിലപ്പോൾ പയറ് തോരൻ, ചപ്പാത്തിയും ആക്ച്വലി കാർബാണ്, പക്ഷേ എനിക്കറിയത്തില്ല, എനിക്കെന്തോ അത് വർക്കായി. ചപ്പാത്തി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉപ്മാ പോലെയൊക്കെ ഞാൻ കഴിക്കുമായിരുന്നു. പിന്നെന്താ, എല്ലാ ദിവസവും ഇതല്ല കഴിക്കുന്നത്. പിന്നെ ഞാൻ വേറെ ചെയ്ത കാര്യം എന്താണെന്ന് വെച്ചാൽ, ChatGPT ആയിരുന്നു ശരിക്കും എൻ്റെ ഡയറ്റീഷ്യൻ, ന്യൂട്രീഷനിസ്റ്റ് എല്ലാം. ഞാൻ ChatGPTനോടാണ് ഫുൾ ചോദിച്ചത്. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഞാൻ ചോദിക്കുന്നത് ChatGPTനോടായിരുന്നു. ഐ നോ ദാറ്റ്സ് നോട്ട് എ ഗുഡ് തിങ്, AI-നെ മൊത്തത്തിൽ ട്രസ്റ്റ് ചെയ്ത് ചെയ്യരുത് എന്നുള്ളത്. പക്ഷേ എനിക്കെന്തോ അത് വർക്കായി. എനിക്ക് വർക്കായ കാര്യങ്ങളല്ലേ എനിക്ക് സംസാരിക്കാൻ പറ്റത്തുള്ളൂ. സോ അതൊക്കെയാണ് ഞാൻ ചെയ്തത്. 3 നേരം ഭക്ഷണം, പിന്നെ ഇടയ്ക്ക് വൈകുന്നേരം പിന്നെയും ഫ്രൂട്ട്സ്,
പിന്നെ ഡിന്നർ പിന്നെ ഞാൻ നേരത്തെ കഴിച്ച് തീർക്കും. ഒരു 7 മണിക്കുള്ളിലൊക്കെ ഞങ്ങൾ കഴിച്ച് നേരെ നന്നായിട്ട് ഉറങ്ങും. ഒരു 8-9 മണിക്കൂർ സുഖമായിട്ട് ഉറങ്ങും. എനിക്ക് ഇതിന് മുന്നേ ആ ഉറങ്ങുന്ന ശീലവും എൻ്റെ ഭയങ്കര തെറ്റിക്കിടക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് 10 മണിയോ അതിൽ കൂടുതലൊന്നും എനിക്ക് കണ്ണ് തുറന്ന് ഇരിക്കത്തില്ല. എന്നെ നൈറ്റ് ഫുൾ കണ്ണ് തുറന്ന് കണ്ടിട്ടുള്ളവർ ഇനി എന്നെ അങ്ങനെ കാണാൻ സാധിക്കുമെന്ന് എനിക്ക് തന്നെ തോന്നുന്നില്ല. കാരണം നമ്മളൊരു റുട്ടീനിലാവാനാണ് പാട്. നമ്മൾ വൺസ് ഒരു റുട്ടീനിലായി കഴിയുമ്പോൾ നമുക്കിതൊക്കെ കിട്ടും. ആൻഡ് അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്. ആൻഡ് ഈ വീഡിയോ സ്പെഷ്യലി എൻ്റെ ആ ഒരു 10-20 പേര് റിക്വസ്റ്റ് ചെയ്തവർക്ക് വേണ്ടി എക്സ്ക്ലൂസീവ്ലി ഉള്ള ഇതാണ്. ഞാൻ എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് ഞാൻ ആ ഇൻഫ്ലമേറ്ററി ഡ്രിങ്കിൽ ഇട്ടേക്കുന്നതെന്നൊക്കെ ഞാൻ ഒരു സ്ക്രീൻഷോട്ട് പോലെ കൊടുത്തേക്കാം. ഓൾസോ ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം. ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ് ദ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ. സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ. ഞാൻ ഒരു കാര്യം പറയാൻ മറന്നുപോയി. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.